അപ്പൊ നമ്മൾ എവിടെ ഉള്ളതെന്ന് പറ. കാശ്മീർ. അപ്പൊ ഒരു കാശ്മീരി ഡ്രസ് കൊച്ചു രാവിലെ ഒന്ന് ട്രൈ ചെയ്തതാണ് ഷാൾ വെച്ചിട്ട്. ഉടുപ്പൊക്കെ ഉണ്ട്, ഉടുപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങള് ഒരു കാശ്മീരികളുടെ ഒരു കാശ്മീരി ഡ്രസ് കൊച്ചു രാവിലെ ട്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റൂം ഇതായിരുന്നു ഇന്നലെ കേട്ടോ. ഞാൻ റൂം കാര്യങ്ങളൊന്നും കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്ന ഇതാണ് കേട്ടോ. നല്ല അടിപൊളി റൂമാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് സ്പോൺസർ കിട്ടിയെന്ന് പറഞ്ഞ റൂം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഗുൽമർഗിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. ഇപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ റൂമിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് നമ്മളൊന്ന് വീഡിയോയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, രാവിലെ ഏറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വായിൽ വിരലും ഇട്ട് ചപ്പി കിടക്കണം. എന്ത് വാടി പെണ്ണേ, ഇത് ഒരു തവളക്കൊല്ലി കിടക്കുന്ന പോലെയില്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ളൊരു സോഫയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫാന് ഇവിടെ. പിന്നെ കാശ്മീരിൽ നമുക്ക് അങ്ങനെ AC ഉള്ള റൂം കിട്ടൽ വലിയ പാടാട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു റൂമുണ്ട്. ഈ 2 റൂമിനും കൂടി വേണ്ടിയുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഇത് കേട്ടോ. അത്യാവശ്യം നോക്കി ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ആൻസി ഇവിടെ രാവിലെ എന്തോ പരിപാടി തുടങ്ങി. ഇവിടെ കണ്ടോ, ഫ്രിഡ്ജുണ്ട്, ഓവനുണ്ട്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന മെഷീനുണ്ട്. ആൻസി ഇതൊക്കെ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുക ആള് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുഞ്ഞടുക്കള, ഇങ്ങനെ അടുക്കി പെറുക്കി ഇങ്ങനെ വെക്കുന്ന. ക്ലീൻ ആയിട്ട് ഉപയോഗിക്കണം. കൊച്ചിനുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. മാഗി ഉണ്ട്. ചായ നമുക്ക് ആദ്യം ചായ ഇട്ട് കുടിച്ചാലോ. നമുക്ക് രാവിലെ കരഞ്ഞ് വിഴിഞ്ഞ് നിലവിളിച്ച് ഇട്ട് കൊടുത്ത് കൊടുത്താണ്. ഇപ്പം ഞാൻ ഊരി കൊടുക്കാൻ എന്തടി കണ്ടിപ്പെണ്ണേ. ഇങ്ങോട്ട് നോക്കി, മുട്ട തന്നെ നോക്കി. അപ്പം അഞ്ചിനെ ഇവിടെ നമുക്ക് പാത്രങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പാത്രങ്ങളോ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട്. ഇത് കണ്ടോ. അതേപോലെ ഇതൊക്കെ നമ്മുടെ അടുത്ത് ഉപയോഗിച്ചോളാൻ പറഞ്ഞേക്കുന്ന കേട്ടോ. നമ്മൾ ഒരു മടിയും വിചാരിക്കണ്ട. എന്ത് സാധനം വേണമെങ്കിലും ഉപയോഗിച്ചോ. പക്ഷെ വൃത്തിയാക്കി ഇടണമെന്ന് മാത്രം ഒരു നിർബന്ധമേ ഉള്ളൂ. എന്തിനാ? വീട്ടിൽ വിളിക്കാനാ? ഇപ്പം തരാവേ. യോ, അത് അപ്പായുടെ ഫോണിൻ്റെ കവറ്. താങ്ക് യു. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് ഫോണിലാണോ ക്യാമറയിലാണോ വീഡിയോ എടുക്കുന്നതെന്നുള്ളത് കേട്ടോ. അതായത് നമ്മൾ ഫോണിൽ തന്നെയാണ് എടുക്കുന്നത്. സാംസങ്ങിൻ്റെ S23 എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലാണ് ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എഡിറ്റിങ്ങും കാര്യങ്ങളും അപ്ലോഡിങ്ങും എല്ലാം ഈ ഫോണിൽ തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ, അടുക്കളയിൽ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ആൻസി, നമ്മളിന്ന് ഗുൽമർഗ് പോയിട്ട് വരുമ്പോഴേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മേടിച്ചിട്ട് വരികയാണെങ്കിൽ വയറ് നിറച്ച് കഴിച്ചൂടെ? ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കുന്ന പൈസ വേണ്ട. നമ്മള് കോടീശ്വരന്മാരാണ്. ഇത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ നാളെ നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, നാളെ രാവിലെ നമുക്ക് പോവാല്ലേ? നാളെ രാവിലെ നമ്മൾ പോവല്ലേ, ലഡാക്കിൽ നമ്മൾ പോവാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് പോവാം, കൊണ്ടുപോവാം. അതാകുമ്പോ കൊച്ചിന് കൊടുക്കാം. വഴിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമല്ലോന്നും നമുക്ക് പറയാം. കാർഗിൽ അങ്ങനത്തെ ഒരു അടുക്കള കണ്ടപ്പോ ഒരു കാര്യം എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നാം, ഇതുപോലൊരു അടുക്കള. എന്നാ ഞാനൊരു പണിയാ, പുറത്ത് കട്ട വെച്ചിട്ട് കെട്ടിയിട്ട് ഇതുപോലൊരു അടുക്കള മാത്രം പണിയാം. അപ്പൊ ആൻസി ഇതെന്താണ്, ചായ ഉണ്ടാക്കാൻ? നമുക്ക് ചായയും കൂടി കുടിച്ചിട്ട് മാഗി ഉണ്ടാക്കി വെച്ച് കൊച്ചിന് കഞ്ഞി കൊടുക്കും, ഞങ്ങൾ മാഗി കഴിക്കും. കാരണം രാവിലെ കൊച്ചിന് മാഗി ഇല്ല, കഞ്ഞി ഇല്ലേ? എന്താ കൊച്ചിന് വേണ്ടേ? മാഗിയാണോ? അപ്പൊ ഈ കഞ്ഞി ഇനി ആര് കഴിക്കും? കഞ്ഞി ആൻസിയമ്മ കഴിക്കേണ്ടി വരുമോ? യെസ്. അപ്പൊ ഞാനിപ്പോ പുറത്തത്തെ കാലാവസ്ഥ ഒന്ന് കാണിച്ചു തരാമേ. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് നല്ല രീതിക്ക് വെയിലായിരുന്നേ. ഇപ്പൊ നോക്കിയേ, രാവിലെ ഇന്നലെ രാത്രി മുഴുവൻ നല്ല പെരും മഴയായിരുന്നു കേട്ടോ.
ഇത് വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും മഴ ഇങ്ങനെ ചാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ചൂട് ഇച്ചിരി കുറവുണ്ടാവും. ഇന്നലെ നമ്മൾ AC ഇട്ടിട്ട് പോലും വണ്ടി തണുക്കുന്നില്ലാത്തൊരു ചൂടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ആൻസിക്കും കൊച്ചിനും കട്ടൻ ചായ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മാഗി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊച്ചിവിടെ കൊച്ചി രാവിലെ എന്താ കഴിച്ചനെ? അതൊക്കെ മോകരികളൊക്കെ നിങ്ങളിത് ഉണ്ടാക്കി തന്നല്ലേ, എന്നിട്ട് എന്താ കഴിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു മൈൻഡിലാണ് കൊച്ചിരിക്കുക. ഇത് നല്ല സാധനം, ഹെൽത്തി ഫുഡാണ് കേട്ടോ. തരാം ആയിക്കോട്ടെ. ഇത് ആദ്യം കഴിക്കാം. എന്നാ ഞാനൊന്ന് മാഗി ഉണ്ടാക്കട്ടെ. ഇവിടെ കൊച്ചു കഞ്ഞിയോടി കഴിഞ്ഞല്ലോ, മാഗി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഇതുവരെ? പക്ഷെ വെന്തോ അത്? വെന്തോ? ആണോ? നമുക്കേ ഇതുപോലത്തെ ഒരു വീടുണ്ട്. ഇങ്ങനെ വീടല്ല, ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് പണിയാ എൻ്റെ ഒരു ആഗ്രഹമാണ്. നമ്മൾ സ്വന്തം പണിയണം, കഷ്ടപ്പെട്ട് സ്വന്തം പണിതിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് അടുക്കള ഉണ്ടാക്കണം അതിനകത്ത്. എനിക്ക് വല്ല ഇത് പക്ഷേ അല്ല, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വീട് ഉണ്ടാക്കണം. ഒരു രസം, ഒരാഗ്രഹം, ഓരോ ആഗ്രഹങ്ങളില്ലേ. കൈ 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 ഓ, നാട്ടിൽ കൈ വെച്ച് തിന്നുകൊണ്ടിരുന്ന ആൾക്കാർ ഇവിടെ ഫോർക്കിലൊക്കെ തിന്നു. 2 കൈ വേണം ഒരു, പക്ഷെ ഫോർക്ക് വെച്ച് ഒന്ന് റൗണ്ട് കുറ്റാൻ തന്നെ. വല്ലതും കിട്ടുന്നുണ്ടോ? കൊച്ചി കഞ്ഞി കുടിച്ചു കിട്ടും. അപ്പോൾ പിന്നെ ഒരു ഇത്തിരി മാഗി കൊടുത്തേക്കാന്ന് വിചാരിച്ചേ. കൊച്ചിനും എനിക്കും കട്ടൻ ചായ, ചേട്ടയ്ക്ക് പാൽ ചായ. പാൽപ്പൊടിയാണ്, അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ഈ പ്രോപ്പർട്ടി മൊത്തം ഒന്ന് കാണിക്കാം. റിവർ സൈഡ്, ശ്രീനഗർ റിവർ സൈഡ് B&B എന്നാണ് ഇനി പറയുക. വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മൾ സജഷൻ ചെയ്യുന്നു അല്ലേ? നല്ല അടിപൊളി ഒരു, അതെ, ഒരു അമ്മയാണുള്ളത്. ആ അമ്മയാണെങ്കിലും എന്താ, ഇപ്പോൾ ഭാഷയ്ക്ക് അറിയില്ലാത്തവർക്കാണെങ്കിലും ആ അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, എല്ലാം അറിയാം. ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്. അതെ, ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ തന്നെ കുറേ നേരം സംസാരിച്ചു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റൂല്ലോ, നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ഞങ്ങളൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം. കുഞ്ഞാറ്റെ എങ്ങനെയുണ്ട് നമ്മുടെ താമസം? എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ഇതുണ്ട് ഇവിടെ ഫുള്ള് നിലത്ത് കൂടിയൊക്കെ ഫുള്ള് മാറ്റാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പ് കാലത്താണ് ഇതൊക്കെ ശരിക്കും ഉപകാരം വരിക. തണുപ്പ് കാലത്ത് ഈ നിലത്ത് കൂടി ചവിട്ടി നടക്കാനൊക്കെ നമുക്ക് വലിയ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു സാധനം കേട്ടോ. ഇവിടെയൊക്കെ താമസക്കാരുണ്ട് അപ്പുറത്തൊക്കെ. അപ്പോൾ നമുക്ക് വേഗം പോവാം. ഇതാണ് കേട്ടോ ഇന്നലെ നമ്മൾ നിന്ന പ്രോപ്പർട്ടി. ഇതുണ്ടോ, ഭയങ്കര എന്താ പറയുക, ഒരു പീസ്ഫുൾ ഏരിയ എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ചെടി, പൂക്കള്, കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെ ജീവിതത്തിൽ ഇത്രയും ഞങ്ങൾ എന്താ പറയുക, ഇത്രയും വലിയ എമൗണ്ടിൻ്റെ ഒന്നും റൂമുകളിലൊന്നും നമ്മൾ നിന്നിട്ടില്ലല്ലോ. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മളെ കൂളാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു റൂമാണ് കേട്ടോ. ഫുള്ള് പൂക്കളും ചെടികള്, ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഫുള്ള്. അതെ, മാതള നാരങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാറ്റി. അതാണ് പറയുന്നത് റോസാപ്പൂ. നമ്മുടെ നാട്ടിലൊന്നും ഈ പൂവിനൊന്നും ഇത്രയും വലിപ്പം വന്ന് ഞാൻ കണ്ടിട്ടില്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഞാനിത് എല്ലാവർക്കും സജഷൻ ചെയ്യും കേട്ടോ, അത്രയും അടിപൊളിയാണ്. റിവർ സൈഡ് B&B മാപ്പിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. റൂം നമ്പർ അല്ല, റൂമല്ല, ഹൗസ് നമ്പർ 202. അങ്ങോട്ടൊക്കെ സൈഡിലേക്കൊക്കെ ചെടികൾ തന്നെ. നമുക്ക് ഗുൽമർഗ് കാണാൻ വേണ്ടി പോകാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ മുന്തിരിന്റെ ഒരു ഇതുണ്ട്, ഒരു മുന്തിരിന്റെ മരം. മരമല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്, പക്ഷെ കായും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മുന്തിരി ആയിട്ടില്ല. ഈ ചെടിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അല്ലേ? ഹിലാൽ ഇതാണ് കേട്ടോ. നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ചേട്ടനാണ് കേട്ടോ. ഹിലാൽ. ഇന്ന് രാവിലെ ഇവിടെ പെരും മഴയായിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഒരു 5 മണി തൊട്ട് 8 മണി വരെ ഏകദേശം നന്നായിട്ട് മഴ പെയ്തേ. ഇപ്പൊ ഇവിടെ മഴ പെയ്തതാന്ന് കണ്ടാ പറയുമോ, ഒരു മഴയുടേതായ ഒരു ലക്ഷണം ഇവിടെ കാണാനില്ല കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഗുൽമർഗ് ആണ്. ഇതിന് മുന്നേ നമ്മൾ ഗുൽമർഗ് പോയിട്ടുണ്ട്, പക്ഷെ അന്ന് മഞ്ഞ്, അതെ, അന്ന് മഞ്ഞ് മൂടി കിടന്നിരുന്ന ഗുൽമർഗ് ആണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നല്ല പച്ചപ്പായിട്ടുള്ള ഗുൽമർഗ് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണേ.
ആൻസി നമ്മളങ്ങനെ ശ്രീനഗറിൽ നിന്ന് ഒരു 55 കിലോമീറ്റർ ആണ് നമുക്ക് ഗുൽമർഗിലേക്ക് വരുന്നത്. നമ്മുടെ ഈ ഫ്രണ്ടിൽ പോണ വണ്ടി ഏതാന്ന് കേട്ടോ നീ? അതൊന്ന് സൈഡിൽ നിന്ന് നോക്കിയേ. ബസ് തന്നെ. നോക്കി നോക്കി. ലോറി എന്ന് പറഞ്ഞ എന്താണെന്നറിയാവോ? നമ്മുടെ നാട്ടില് ടാറ്റാന്റെ ഒരു ടിപ്പർ പോലത്തെ ഒരു വണ്ടിയാണ്. ടിപ്പറല്ല, ടാറ്റ 407 എന്ന് പറയുന്ന മോഡല്. ആ സാധനമാണ് അത്. അതിന് ബോഡി വെച്ച് ഉള്ളൊരു ബസ്സായത്. അതെ അതെ. ഈ ഗുൽമർഗ് എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷൻ ആണ് ഇവിടുത്തെ. അവിടെ ചെന്നാൽ മിക്കവാറും തണുപ്പുള്ള ഒരു ഏരിയ ആയിരിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഗുൽമർഗ് എന്ന് പറയുന്ന വേർഡുണ്ടല്ലോ, അത് ഈ കാശ്മീരി ഭാഷയിൽ നിന്ന് എടുത്തൊരു വേർഡാണ്. ആ വാക്കിന് അർത്ഥം വരുന്നത് പുഷ്പങ്ങളുടെ നാട് എന്നാണ്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല പച്ചപ്പ് ഇങ്ങനെ. ഇപ്പൊ അതാണ് നമ്മളിപ്പോ സാധാരണ നമ്മൾ ഈ മഞ്ഞുള്ള സമയത്ത് വന്നാലേ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. മഞ്ഞ് മാത്രം കാണാം. എല്ലായിടത്തും മഞ്ഞായിരിക്കും. എല്ലായിടത്തും മഞ്ഞായിരിക്കും. എവിടെയെങ്കിലും പക്ഷെ നമുക്ക് മഞ്ഞ് കാണണം. അല്ല അത് കാണാം. അത് നമ്മുടെ കൊച്ചിനല്ലെങ്കിൽ അതൊരു വിഷമവും. നമ്മള് കണ്ടിട്ടുണ്ട് ലഡാക്ക് പോണ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും കാണും. പിന്നെ എന്താ വെച്ചാ ഇപ്പൊ എന്താന്ന് വെച്ചാൽ മഞ്ഞൊക്കെ അങ്ങ് പോയി നല്ല പൂക്കളും പച്ചപ്പും എന്താ പറയാ നമ്മള് മറ്റേ സിനിമയിലൊക്കെ പറഞ്ഞ ഹരിതാപവും ഊഷ്മളതയും പച്ചപ്പും കാണെങ്കിൽ ഇപ്പൊ പോണം. ചേട്ടായി സൈഡിലോട്ട് നോക്കൂ. അതിന് നെയ്യ് പുറത്തേക്ക് കളഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് തിരിച്ചു വരുമ്പോ ഒരു കഷ്ണം മേടിച്ചിട്ട് പോവാം. ചെറിയൊരു കഷ്ണം മേടിക്കാല്ലേ? എനിക്കെന്താ ഇത് കണ്ടപ്പോ തൊട്ടേ കൊറേ ദിവസം അയ്യോ, നമുക്ക് ഈ മലയാളികൾക്ക് ഇതില്ലാണ്ട് പറ്റില്ലാത്തൊരു ആൾക്കാരാണല്ലോ നമ്മള്. പിന്നെ നമ്മള് ഭയങ്കര ടയർഡ് ആവുമ്പോ ഒരു ചേട്ടൻ പറഞ്ഞേ, നിങ്ങൾ ഇതുണ്ടോ ഈ സൈഡിൽ എന്താ അറിയോ, മുന്തിരിങ്ങയാണ്. നോൺ വെജിനെ മാത്രം എന്താ നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്? അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നല്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനം. ഞാൻ ആ സർജറി കഴിഞ്ഞിട്ട് സമയമില്ലേ, അപ്പൊ ഭയങ്കര പെയിൻ ആണ് ശരിക്കും. പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ അത്രയും അനുഭവിച്ചൊരു പെയിൻ, പ്രസവവേദന പോലും എനിക്ക് അത്രയും ഒരു വേദനയായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നേ. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞ എന്താ അറിയോ, അതെ ബീഫും ചിക്കനും കഴിക്കാനാണ് പറഞ്ഞത്. അതെന്തിനാന്ന് വെച്ചാ ബീഫ് മുറിവ് ഉണങ്ങാൻ ഏറ്റവും നല്ലതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാൽസ്യം, അതെ, അത് മുറിവ് പെട്ടെന്ന് ഉണക്കും. പിന്നെ അത് നീ കഴിക്കണം എന്നാണ് പറയുന്നത്. കഴിക്കുമ്പോ നല്ല വേദന ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിക്കണം എന്ന് പറഞ്ഞപ്പോ നമുക്കത് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡോക്ടർമാര് വേറെ പച്ചക്കറി കഴിക്കരുതെന്നല്ല പറയുന്നത്, എല്ലാം കഴിക്കണം, എന്നാലാണ് നമ്മുടെ ബോഡി ഫുള്ള് ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ടൗണിന്റെ പേര് ലാവാ പോരാന്നാണ് കേട്ടോ. അത്ര പോരാ, വലിയൊരു ടൗൺ ആണ്, അത്യാവശ്യം വലിയൊരു ടൗൺ ആണ്. വെറൈറ്റി പേരുകളാണ്. എന്താ കാശ്മീർ ഇഷ്ടംപോലെ കാണുന്ന ഒരു വണ്ടി ഞാൻ ഞാനോ മുന്നിൽ പോകുന്ന ഞാനോ. പക്ഷെ അതായത് നമ്മൾ ചെയ്യുന്ന പോലെ അല്ല ആൻസി, ഇവിടെയുള്ള ലോക്കൽ ഓട്ടങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇവര് ഉപയോഗിക്കുന്നത്. അവര് നമ്മളോട് 2-3 ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് ഈ ഞാനോയും കൊണ്ടാണോ വന്നത്? ആൾക്കാർ വരെ ചോദിച്ചിട്ടോ, ഞാനോ പോകുന്നു. പക്ഷെ നല്ല രസമുണ്ടല്ലേ കളറാണ്. അത് ഡൽഹി വണ്ടി കേട്ടോ, അത് ഡൽഹി വണ്ടിയാ. ഓ നാനോന്റെ കളറുണ്ട്. അത് ഏതാ കളറ്? ഓറഞ്ച്. അവിടെ എന്താണ് പരിപാടി? എന്താ? ഓ കൊച്ചിന്റെ നെറ്റിയിൽ കൊച്ചു പൊട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് മുത്തുകളൊക്കെ കിട്ടിയോ? പൊട്ടിപ്പോയോ? ഗുൽമർഗ് റോഡാണ് കേട്ടോ. ഗുൽമർഗ് 38 കിലോമീറ്റർ കൂടി ഉണ്ടല്ലേ. കവാടൊക്കെ കൊള്ളാലേ, അടിപൊളി. കാരണം ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണ്. നമ്മളിപ്പോ നമ്മുടെ അടിവാരത്ത് നിന്ന് വയനാട്ടിൽ പോകുന്ന ഒരു സംഭവമാണ്. അവിടെ ചെല്ലുമ്പോ നോക്കി അത്യാവശ്യം തണുപ്പുണ്ടായാ മതിയായിരുന്നു. അതെ, അതാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇപ്പൊ ഇവിടത്തെ ഒരു കാലാവസ്ഥ എത്രയാണെന്നറിയോ? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 23 ഡിഗ്രി. സാധാരണ ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ടാവേണ്ട സമയമാണ്. അല്ല ഈ പ്രാവശ്യം ഇവിടെ ഭയങ്കര ചൂടായി പോയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ കുറച്ചും കൂടി തണുപ്പുണ്ടാവുന്നല്ലേ. ഭയങ്കര ചൂട് കൂടുതലാണ് കേട്ടോ ഇവിടെ എല്ലാരും പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ടൗണിന്റെ പേര് ധോബിവാൻ എന്നാണ് കേട്ടോ. ധോബിവാൻ എന്ന് പറഞ്ഞ ഒരു ടൗൺ ആണ്. അത്യാവശ്യം നേരെ തന്നെ വഴി കിടക്കുന്നത്. അതെ, നല്ല കയറ്റമാണ്. പക്ഷെ അത് കയറ്റം അത്ര അങ്ങോട്ട് അറിയുന്നില്ല അല്ലെ, അറിയുന്നില്ല. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കുൻസീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് കേട്ടോ. വല്ലാത്ത പേരുകളൊക്കെയല്ലേ ഇവരുടെ സ്ഥലത്ത്. കുൻസീർ, കാശ്മീർ എന്നൊക്കെ പറയാൻ പിന്നെ നമുക്ക് എളുപ്പമുണ്ട്. ബാക്കി കുൻസീർ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. പട്ടാളക്കാരുടെ വണ്ടി കിടക്കുന്നുണ്ടോ? വണ്ടി
അവരുടെ വണ്ടീന്റെ ഒരു ടയറിന്റെ ഒക്കെ ഒരു വലിപ്പം എനിക്ക് തോന്നുന്നു ഈ മഞ്ഞത്തും എല്ലാ സമയത്തും അവർക്ക് ഇതിലൂടെ ട്രാവൽ ചെയ്യണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നല്ല അവരുടെ വണ്ടി കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ലുക്കാണല്ലേ. നല്ല ഹൈറ്റിലോട്ടാണ് കേട്ടോ കേറുന്നത്. അതെ, നല്ല വഴി ആയതുകൊണ്ട് നമുക്ക് അതിന്റെ യാതൊരു ബുദ്ധിമുട്ടുള്ള മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലും കാണുന്നത് വാൽനട്ടിന്റെ മരങ്ങള് ആപ്പിൾ മരങ്ങളും ആണ് കേട്ടോ. നമുക്ക് ഇത്രയും വാൽനട്ടിന്റെ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ, കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിട്ട് ചിലപ്പോ മരങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മള്. അന്ന് മഞ്ഞൊക്കെ ആയതുകൊണ്ട് ഇലകളൊന്നുമില്ല, അങ്ങനെയല്ലേ മരങ്ങൾ നിക്കുന്നേ. ഇപ്പൊ എല്ലാത്തിലും നിറച്ച് വാൽനട്ടുകൾ. അതെ, അതൊക്കെ മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്ന സമയമായിരിക്കും. ചേട്ടേ, ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. നമ്മളെ ഗുൽമർഗ് പോയിട്ടില്ല. ഇല്ല, നമ്മള് പോയിട്ടുള്ളത് ദൂത് പത്രിയാണ്. അതെ, ആ വെള്ളം ഒഴുകുന്നൊക്കെ കണ്ടില്ലേ, അത് ദൂത് പത്രിയായിരുന്നു കേട്ടോ. അതെ, മഞ്ഞില്ലെങ്കിലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. മഞ്ഞ്, അതെ, മഞ്ഞുള്ളപ്പോ മൊത്തം മഞ്ഞ് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വീട്ടില് ചിലപ്പോ ഈ വീടുകളിലൊന്നും ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ, കാരണം അവര് ഈ വയലിലൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും. അപ്പം ഞങ്ങളിവിടെ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോ നിർത്തിയതാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ്, ചെറിയൊരു വെയിലൊക്കെ അടിക്കുന്നുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലം. എന്തോരം മലകളാണ്, ഫുള്ള് പൈൻ ഫോറസ്റ്റ് മരങ്ങൾ പോലത്തെ മരങ്ങളാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങള് കുഞ്ഞാറ്റിനെ ഇറക്കിയതാണ്. കുഞ്ഞാറ്റിക്ക് ഉള്ളിരിക്കണം, വെയില് കാരണമായിരിക്കും. നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്തായാലും ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞങ്ങ് മൂടുവായിരിക്കും. ആപ്പിൾ മരങ്ങളിലെ ചെറിയ ചെറിയ മരങ്ങളാ, പക്ഷെ കായ ഇല്ല അതിനകത്ത്. നമുക്ക് പോയാലോ മേളിലേക്ക്? സമയം കളഞ്ഞാൽ അർത്ഥമില്ലല്ലോ. ഇല്ല ഇല്ല. അമ്മതുണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് തന്മാർഗ് ഗുൽമർഗ് അല്ലേ, വെൽക്കം ടു തന്മാർഗ് ഗുൽമർഗ്. ഇവിടെയാ? ഞങ്ങള് ചോദിച്ചു ഇവിടെ എൻട്രി ആണെന്ന് കേട്ടോ. ഇവിടെ എൻട്രി അല്ല, ഇവിടെ ചെറിയൊരു ടോൾ ഉണ്ടേ. കയ്യേല കൊടുക്കണ്ടേ തോന്നുന്നു അല്ലേ, കയ്യേലാണ് കൊടുക്കേണ്ടത്. ഇവിടുന്ന് പെഹൽഗാം പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ശരിക്കും നമുക്ക് ഇവിടുന്ന് ഒരു ലോക്കൽ ഒരു ഗൈഡ് വേണമെങ്കിൽ, അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ചൂസ് ചെയ്യാം. 300 രൂപയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ കുഴപ്പമില്ല, ഞങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഓൺ റിസ്കിൽ വേണം നിങ്ങൾ പോവാന്നൊക്കെയാണ് പറയുന്നത്. ചുമ്മാ പറയുന്നതാണ്, കാരണം ഇവർക്കൊരു വരുമാന മാർഗം അത്രേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം ഈ സാധനം അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, എനിക്ക് പണി കിട്ടുന്നു പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ അത് അങ്ങോട്ട് ഊരി വെക്കാൻ തീരുമാനിച്ചേ. ഇവിടുന്ന് നമ്മളെ മേളിലേക്ക് കയറുന്ന അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ടാണ് കേട്ടോ. മാപ്പിൽ തന്നെ പറഞ്ഞിട്ടാണ് വഴി എടുക്കുന്നത്, വളഞ്ഞു നടക്കുന്ന പോലെ. ഇവിടെയൊക്കെ ഓരോരോ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമ്മളിപ്പോ നേരെ പോകുന്നത് ഗുൽമർഗ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിലിങ്ങനെ പോകുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് പേര് നമ്മളിങ്ങനെ പിടിച്ച് നിർത്തും. നമ്മൾ അവിടെയൊക്കെ നിർത്തി പോകേണ്ട ഗതികേടാണ്. കാരണം അവര് മുന്നിലേക്ക് ഇട്ട് ചാടുന്ന പോലെയൊക്കെയാണ് കാണിക്കുന്നത്. എൻട്രി ഉണ്ട് എന്ന് കാണിക്കും. അപ്പൊ നമ്മളവിടെ നിർത്തുമല്ലോ. ശരിക്കും എൻട്രി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവരെടുത്ത് നമ്മളിതുവരെ എവിടെ എൻട്രി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്ന കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇവിടെ എന്തോ ഉള്ളതാണ്. പിന്നെ ഡയലോഗുകളൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുക. ശരിക്കും ഉണ്ടല്ലോ, ഈ മഞ്ഞുള്ള സമയത്ത് വരികയാണെങ്കിൽ ഈ റോഡിൽ ഇത്ര വീതി പോലും ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, രണ്ട് സൈഡും ഫുള്ള് മഞ്ഞായിരിക്കും. എന്തായാലും ഇതിൽ കൂടി ഇങ്ങനെ പോവാൻ നല്ല രസമുണ്ടല്ലോ ഇപ്പം. അതെ അതെ, മഞ്ഞുള്ളപ്പോൾ ഭംഗി പോലെ ആയിരിക്കില്ല. രണ്ട് ഭംഗിയും അതെ ആസ്വദിക്കണം. നമ്മളിപ്പോ രണ്ടാമത്തെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഇവിടെ ഫുള്ള് പൈൻമരങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പൈൻമരങ്ങൾ കാണാന്. അതെ, വലിയ വലിയ വളവുകളാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട് താഴെ കൂടി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ഒരു പ്രത്യേക വൈറ്റ് പൂക്കളെ.
ഇതിന്റെ പേരെടുത്തേക്ക് കാശ്മീരി പേര് പൂക്കളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഗുൽമർഗിനല്ലേ? അതുകൊണ്ടാണ് എല്ലായിടത്തും പൂക്കളൊക്കെ. നമുക്ക് എവിടെയെങ്കിലും നിർത്താൻ പറ്റുമെങ്കിൽ ഞാൻ നിർത്തി തരാം. ചേട്ടേ, ഇനി ഗുൽമർഗ് വരെ ആകെ ഉള്ളത് 10 കിലോമീറ്ററാ. പക്ഷെ 10 കിലോമീറ്റർ ഇതുപോലത്തെ കയറ്റാ. നമ്മൾ അടിച്ച എണ്ണ മൊത്തം തീരുവോ? ഞാനും ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഇല്ലല്ലേ? അങ്ങനത്തെ ഒരു പേടി ഞാനും പേടിക്കേ വേണ്ട. മൊത്തം ഇതാണ് കയറ്റം മാത്രമേ കാണുന്നുള്ളൂ. നമ്മളന്ന് സോനമർഗ് പോയപ്പോൾ ഇതേപോലെ ആയിരുന്നു. ഒരു ഏരിയയില് മൊത്തം കയറ്റായിരുന്നു. പിന്നെ കേറിയിട്ടാണ് നമ്മള് ദൂത്പത്രിയില്. പിന്നെ ഇങ്ങനെ ഇവിടുന്ന് കാണുന്നവർക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഓൺ റിസ്കിൽ പോണെന്ന്. നമ്മുടെ ഓൺ റിസ്കിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് ലഡാക്കിലെ ആൾക്കാരാട്ടോ. ഓൺ ദ റിസ്കിലേ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ സംരക്ഷിക്കാൻ ഇവിടെ ഫുള്ള് പട്ടാളക്കാരുണ്ട്. പക്ഷെ ആൻസി, എനിക്കൊരു ഇതുള്ളത് എന്താ അറിയോ, ഈ പട്ടാളക്കാർക്ക് ഇവിടെ എല്ലായിടത്തും പട്ടാളക്കാരുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ വലിയ കുഴപ്പമില്ല, ക്ലൈമറ്റ് വലിയ സീനില്ല. പക്ഷെ ഈ മഞ്ഞുകാലത്താണ് ഇവരുടെ ഒരു കഷ്ടപ്പാട്. അതെ, നമ്മളോടെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. വേസ്റ്റ് എടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളോടെ ഒരു മിലിറ്ററിക്കാരനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടം മഞ്ഞൊക്കെ നമ്മൾ മഞ്ഞ് കാണാൻ പോവാന്നൊക്കെ ഒരു മിലിറ്ററിക്കാരോട് പറയുമ്പോ അവര് ചിലപ്പോ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാരണം എന്നറിയോ, അവര് ഇതിങ്ങനെ അനുഭവിച്ച് അവർക്ക് മഞ്ഞിനോടൊക്കെ ശരിക്കും ഒരു വെറുപ്പായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ രാജ്യം കാക്കണല്ലോ എന്നൊരു ഉള്ളത് കൊണ്ട് അവര് നിക്കും. അവരങ്ങനെ ഇഷ്ടപ്പെട്ടു പോകുന്നതല്ലേ? അതെ. അല്ല, മഞ്ഞിനോടൊരു വെറുപ്പായിരിക്കും. കാരണം മഞ്ഞൊന്നും അവർക്ക് വിഷയമല്ല. അതെ, നമ്മുടെ രാജ്യമാണ് അവർക്ക് വലുത്. എന്താ ഞാൻ കാണുന്നേ? പൂക്കള് കാണുവാണ് മുത്തേ. നല്ല നല്ല തരിതരിതരോലെ പൂക്കൾ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു നമ്മളെന്താ പറയാ, വിദേശത്തൊക്കെ പോയ ഒരു ഫീല്. അതെ ചേട്ടേ, ശരിക്കും നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതേ ഒരു ഫോറസ്റ്റിൽ കൂടിയാണ്. അതെ, പക്ഷെ ഈ പൂക്കള് കണ്ടിട്ടേ കൊച്ചിനങ്ങ് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. നല്ല രസമുണ്ട്. അതെ, നല്ല പച്ചപ്പിൽ അങ്ങനെ ഒരു കളർ വരുമ്പോ നല്ല രസം. ഒരു പച്ചപ്പും ആ കുഞ്ഞു വെള്ളയും കൂടി അങ്ങ് ആവുമ്പോ വല്ലാത്തൊരു ഭംഗി. ചേട്ടേ, ഇപ്പൊ നമ്മളുള്ളതേ 2581 മീറ്റർ മുക്കത്താണ് നമ്മളുള്ളത്. ഇപ്പൊ 4 കിലോമീറ്റർ കൂടി കഴിയുമ്പോ നോക്കിക്കോ. കാരണം എന്താ അറിയോ, അങ്ങനത്തെ കുത്തനെയുള്ള വളവും കയറ്റമാണ്. അതെ, അത്ര ഹൈറ്റിലെത്തി നമ്മളിപ്പോ. പക്ഷെ എന്നിട്ട് നമ്മുടെ വണ്ടിക്കുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല. അതല്ല, 18-19 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ഈ വഴിയില്. അതാണ് നമ്മുടെ നാനോ. ഇതോ അപ്പുറത്തെ മലകളിലൊക്കെ ഫുള്ള് പൈൻ മരങ്ങളാണ് കേട്ടോ. നല്ലൊരു സീനറി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സൺഷൈൻ പീക്ക് വ്യൂ പോയിന്റിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് താഴേക്കുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാവേ. ഇതിവിടെ കറക്റ്റ് നമ്മൾ 2609 മീറ്റർ ഹൈറ്റിലാണെന്നും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇവിടുന്ന് കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗി തന്നെ കേട്ടോ. പൊള്ളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. അപ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് വന്ന് ഇതിനേക്കാളും അടിപൊളി വ്യൂ ആയിരിക്കും. സൂപ്പർ. അപ്പോൾ നമുക്ക് മെല്ലെ പോകാല്ലേ. അടിപൊളി. വെൽക്കം ടു ഗുൽമർഗ്. പ്ലീസ് ഡു നോട്ട് ലിറ്റർ. കള്ളു കുടിക്കരുത്, കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മെസ്സേജും അത് തന്നെയാണ്, സേ നോ ടു ഡ്രഗ്സ്. ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇത് ഓഫ് സീസണാണ്, എന്നാലും വണ്ടികൾ കണ്ടവനം വരുന്നുണ്ട്. നോക്കിയേ, ബസ്സുകളായിട്ടും എല്ലാം ഉണ്ട്. എന്താ കുഞ്ഞാ? ബസ് എന്തോരം വണ്ടിയാ അല്ലേ? ഫുള്ള് ജമ്മു കാശ്മീർ വണ്ടി തന്നെയാ. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ പോകണ്ടേ. ഞങ്ങളെ ചേട്ടന്മാര് ചാക്കിട്ട് പിടിക്കുക, ഞങ്ങളുടെ പുറകാല കൂടിയ കേട്ടോ. ഒരു രക്ഷയില്ല. ചെറിയ പൈസക്കാണ് കുഴപ്പമില്ല. 3000 രൂപയാണ് 2 പേർക്ക് ജസ്റ്റ് ഒന്ന് മേള് വരെ പോകുന്നതിനൊക്കെ അവര് പറയുന്നത്. എങ്ങനെ നടക്കാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ? 1-2 രൂപയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇത് 3000 രൂപയൊക്കെ കേട്ടോ പറയുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ പൂക്കളൊക്കെ കാണാൻ. ഇത് കണ്ടോ, ഒരു മഞ്ഞ നിറത്തിലുള്ള പൂവാണേ. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഏത് കുഞ്ഞു 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 സാധനങ്ങളല്ലേ, നല്ല രസമുണ്ട് കാണാൻ. എന്റെ അമ്മോ, ചേട്ടന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തലക്ക് പ്രാന്ത് പിടിക്കും. അതുപോലെ ഇവര് നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുവേ.
ഇതട്ടോ ഞങ്ങള് വണ്ടി ഇറങ്ങിയപ്പോ തൊട്ട് ഞങ്ങളുടെ പുറകാലുണ്ടായിരുന്ന 2 ചേട്ടന്മാരാണ്. ഞങ്ങള് മാഗി കഴിച്ചു. ഞങ്ങളിവിടെ കുറെ നേരം വണ്ടി പോയിരുന്നു. എന്നിട്ട് പോലും ഒരു പോയില്ല. ഇവർക്കൊരു പ്രത്യേകത കഴിവാണ് ഇത് കേട്ടോ, ചാക്കിട്ട് പിടിക്കാനുള്ള കഴിവ്. നമ്മുടെ എമൗണ്ട് ഭയങ്കരമായിട്ട് ഇവർ പറയും. നമ്മള് അതെ, നമ്മളിങ്ങനെ പറഞ്ഞു മാക്സിമം കുറയ്ക്കണം കേട്ടോ. ഇപ്പൊ ഞങ്ങള് 2 പേർക്ക് 1000 രൂപയ്ക്കാണ് പറഞ്ഞേക്കുന്നത്. ഇനി തിരിച്ചു വരുമ്പോ എന്തായിരിക്കും അവസ്ഥ ഒന്നും അറിയില്ല കേട്ടോ. ആദ്യമേ പൈസയും കൊടുത്തേക്കണം, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ തിരിച്ചെത്തുമ്പോഴേ പിന്നെയും ചാമ്പും. ഇവിടെ ഒരാൾ നിലത്തൊന്നല്ല. എങ്ങോട്ടാടാ? കുതിര കയറാനുള്ള സന്തോഷത്തിലാണോ ഈ പോക്ക്? ഇവിടെ ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അടിപൊളിയാണേ, ഒരു പ്രത്യേക പച്ചപ്പും കാര്യങ്ങളൊക്കെ. കുറച്ചും കൂടി അപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള വഴി ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ വണ്ടികൾ കൂടിയതുകൊണ്ട് ബ്ലോക്ക് ചെയ്തേക്കും, അല്ലെങ്കിൽ നമുക്ക് അപ്പുറം വരെ പോയായിരുന്നു. ഇതൊക്കെ ഇതെന്താ സാധനം അറിയാം? ഐസി കൂടി പോണേ ഊർത്ത് നമ്മുടെ പണ്ടത്തെ പാളയന്റെ ഒക്കെ ഒരു സെറ്റപ്പ് അല്ലേ? നമ്മളെ 2 കുതിരകൾ വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞാറ്റന്റെ ആവേശം കണ്ടിട്ട് കുഞ്ഞാറ്റ കേറുന്ന ആവേശമൊക്കെയാണ്. കേറി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് കാണാം. അതെ, അതൊന്നും നമുക്കിട്ട് പണിതൊന്ന് ഇവിടെ കിടന്ന് പൂരം കാര്യമായിരിക്കും. നമ്മുടെ 2 കുതിരയാട്ടി വരുന്നത്. അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മിലിറ്ററിക്കാരുടെയാണ്. കുതിരയിൽ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അതെ, ആൻസിയും കൊച്ചും ഫ്രണ്ടിലാണ്. ആൻസി ഒന്നിങ്ങോട്ട് തയ്ക്കേ. ആൻസി പേടിച്ചിരിക്കും കേട്ടോ. ഇല്ലടി, ചേട്ടൻ പിടിച്ചിട്ടുണ്ട് കുതിരയിൽ. കൊച്ചിനെ ഞാൻ പിടിക്കണോ? ഞാൻ പിടിക്കാം. ഇത് കണ്ടോ, ഇവിടെ നല്ല വെറൈറ്റി പൂക്കൾ. നമ്മൾ ഇത്ര നേരം കണ്ട പൂക്കൾ തന്നെ, പക്ഷേ ഇവിടെ കണ്ടോ വേറൊരു കളർ പൂക്കൾ കണ്ടോ. അടിപൊളി പൂ കേട്ടോ. അത് ഞങ്ങൾക്ക് വേറെ കുട്ടിട്ടാ അല്ലേ, സ്പീഡിൽ പോണ കുട്ടിട്ടാ. ആൻസി പേടിച്ച് വെറുതാട്ടോ ഇരിക്കലേ. ഇവരെങ്ങാനും മറിച്ചിടുമെന്നാണ് ആൻസിന്റെ പേടി. കൊച്ചിന് പേടിയൊന്നുമില്ലെന്നേ, കൊച്ചു ധൈര്യശാലി. ഇന്നലെ പേടിയുണ്ടായിരുന്നു. അത് ശരി. കാണാൻ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ അല്ലേ. പട്ടികളൊക്കെ നോക്കിയാൽ നല്ല ചക്കപ്പൂത്ത് പോലെ ഇരിക്കണം. ആൻസി കട നോക്കി. ആൻസി നല്ല മുടിയുള്ള കുതിരയാടി ഇത്. പുല്ല് തിന്നുന്നത്. പിന്നെ അതിന് വിശക്കുമ്പോൾ തീറ്റ കൊടുക്കണ്ടേ. ഇനി നമ്മളൊരു ടാസ്ക് സ്ഥലത്ത് കൂടിയാണ് പോണേ. ഇത് കണ്ടോ ആൻസി. കുഞ്ഞാറ്റ നോക്കിയേ, കുഞ്ഞാറ്റ ഇങ്ങോട്ട് നോക്കിയേ. ഫ്രീ ആയിട്ടാണ് ഇരിക്കണേ കുഞ്ഞാറ്റ. സൂപ്പറാണോ? അടുത്തൊരു വ്യൂ ഒരു രക്ഷയിലാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കാരണം ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരും. ഇവിടെ നോക്കിയാൽ ഫുള്ള് പൂക്കൾ. എൻ്റെ പൊന്നേ, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഗുൽമർഗ് വ്യൂ പോയിന്റിലേക്ക് എത്തി കേട്ടോ. നോക്കിയാൽ താഴെ കൂടിയൊക്കെ വഴി നോക്കുക, നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒഴുകി വരുന്ന പൂവ് ഉണ്ടല്ലോ, സൂപ്പർ. ഒഴുകുന്നല്ല, പേടി പോയോ? വല്ലാത്ത പേടിയായിരുന്നു. ഇത് കേട്ടോ, സൂപ്പർ. ഈ മരങ്ങളൊക്കെ ഐസും കൂടി ഉണ്ടായത് പൊളിച്ചാനല്ലേ. ടാസ്ക് വഴി ഞങ്ങളെ ഉരുട്ടിയിടല്ലേ കുതിരെ. അതെ, വേറെ വണ്ടികളില്ലേ. ഇനി നമ്മൾ നേരെ താഴേക്കാണ് പോകുന്നത് കേട്ടോ. വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെയൊക്കെ വണ്ടികൾ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് അങ്ങനെ വിടില്ല എന്ന് കേട്ടോ പറയുന്നത്. അതൊക്കെ ഇവരോരോ ഐഡിയകളാണ്. പക്ഷെ ആ മലമുകളിലേക്കൊക്കെ കാണാൻ വല്ലാത്ത വ്യൂ തന്നെ കേട്ടോ. സൂപ്പർ. ഇറങ്ങിപ്പോണേ. കുഞ്ഞാറ്റ വിളിക്കും. കുഞ്ഞാറ്റയ്ക്ക് ഇതൊക്കെ ധൈര്യമാണ്. പക്ഷെ നമ്മളന്ന് ഊട്ടിയിൽ നിന്ന് കയറിയതുണ്ടല്ലോ ആൻസി, ഇത് വമ്പനാണ്, ഇതിനേക്കാളും വലുത്. മഴ ചാറ്റുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പ, ഇത് മിലിറ്ററിക്കാരുടെ വണ്ടിയാണോ അതോ ഒന്നും മനസ്സിലാകുന്നില്ല. അടിപൊളി. അത് പട്ടാളക്കാരാട്ടോ. ഇതൊക്കെ അടിപൊളി പൂക്കൾ കേട്ടോ, സൂപ്പർ.
അവിടെ നിന്നൊക്കെ ഈ വയലറ്റ് കളർ പൂ ഇങ്ങനെ ഒഴുകി വരുന്നൊരു ഫീലാണ്. ആ കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ താഴെ കാണുന്നത് വോൾഫ് ഗ്രൗണ്ടാണ്. അതായത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏഷ്യയിലെ നമ്പർ 1 എന്നാണ് കേട്ടോ പറയുന്നത്. നോക്കിയേ മുകളിലേക്ക് മലയൊക്കെ ഇങ്ങനെ കിടക്കണമെന്ന് നോക്കിയാൽ ഫുള്ള് കോടയൊക്കെ കയറി അടിപൊളി വ്യൂ ആയിട്ടുണ്ട് കേട്ടോ. പോവാ. അപ്പം ഞാനാണ് കുഞ്ഞാറ്റാണ് ഈ കുതിരനെ ഓടിക്കുന്നത്. കണ്ട കുഞ്ഞാറ്റെ എങ്ങനെ ആ ഇത് നോക്കിയേ പൂക്കളുടെ നടുക്കൊരു പാലം, അതിൻ്റെ അടിയിൽ കൂടി നല്ല വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കൊള്ളാം. എന്താണ് കുതിര ഒരു ഭയങ്കര ഒരു ഫുൾ ബ്രേക്കൊക്കെ. നിങ്ങൾ ഇതിലല്ല പോകണ്ട കേട്ടോ. കുതിര ചുമ്മാ കുതിരയ്ക്ക് തോന്നിയ വഴി കൂടിയൊക്കെ കുതിര കയറി പോകാനേ. ഫുള്ള് കുതിരക്കാരാണിത്. അപ്പോൾ അതെ ഈ കാണുന്നതാണ് ഗുൽമർഗ്. വണ്ടി ഒന്നും പോകില്ല എന്ന് ഞങ്ങൾ പട്ടാളക്കാരെടുത്ത് ചോദിച്ചപ്പോൾ പട്ടാളക്കാരൻ വരെ പറഞ്ഞു ഇവിടെ വണ്ടി പോകില്ല, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയേ ഫുള്ള് വണ്ടി. ഞങ്ങളെ ശശിയാക്കി എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ കൊച്ചിന് കുതിര കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളത് കയറി. ഇതുണ്ടോ, ഇത് കൈസൂരിക്ക് വരുന്ന വെള്ളം കേട്ടോ. അതെന്തായാലും ഇനി വരുന്നവരാണെങ്കിലും വണ്ടിയിൽ ഇങ്ങോട്ട് വരാനുള്ള സൗകര്യമുണ്ട്. റോട്ടിൽ കൂടി തന്നെ പോന്നാൽ മതി. ആ പാർക്കിങ്ങിലൊന്നും നിർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. കുതിരക്കാരങ്ങനെ പറയും, കാരണം ഇവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടി പറയുന്നത്. ഈ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ ആ ചേട്ടനെ ഓടിക്കണേ. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ പെട്ട് വന്ന ആൾക്കാരാണ്. അടിപൊളി കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതാണ് ഫെസ്റ്റിവൽ ഏരിയ കേട്ടോ. ഇവിടെയാണ് കാശ്മീർ എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയയും കൂടിയാണിത്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോവാം. ഇവിടെ ഫുള്ള് ഇത് കുതിര സ്റ്റാൻഡ് അല്ലേ ആൻസി? മഴ ചാറ്റുന്നുണ്ടോ? മഴയും ചാറ്റുന്നുണ്ട് ചെറുതായിട്ട്. പോവാ പൊട്ടെ റൈറ്റ്. ദൈവം മഴ. ആ ചേട്ടൻ കുതിരനെ തൊഴിക്കുന്നു. പുല്ല് തിന്നുന്നോ കുതിര? നിങ്ങൾക്ക് ഫുഡില്ല, ഞങ്ങളെ ചുമക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫുഡില്ല, അങ്ങനെയൊക്കെയാണ് ഇവർ പറയണതെന്ന് തോന്നുന്നു കേട്ടോ. പൊങ്ങ് അങ്ങനെ തന്നെ. ഇത് ടൈറ്റാക്കി പിടിക്കണം, അതാകുമ്പോൾ പൊങ്ങി നടന്നോളും. ഇല്ലെങ്കിൽ പുല്ല് തിന്ന് നടക്കുള്ളൂ. എല്ലാവരും വേഗം വിടുവാണ്, മഴ പെയ്യുന്നുണ്ട്. ആൻസി ഇതേ നിലാവത്ത് അഴിച്ചുവിട്ട കോഴീനെ പോലെ ആൻസി പോണുണ്ടോ? ആൻസിയേ തോന്നുന്നോടത്ത് കൂടിയൊക്കെയാണ് ആ കുതിര പോലെ. അടിപൊളി. നല്ല മഴ പെയ്തു. ഞങ്ങൾ 3 നാളും നനയുന്നു. കുടയാണെങ്കിൽ ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് വെയിലെന്ന് പറഞ്ഞുണ്ടല്ലോ, പെരും വെയിലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുട എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങ് പോകുന്നതാണ്. ഇപ്പോൾ തീരുമെന്നാണ് ഞങ്ങളുടെയും വിചാരം, പക്ഷേ തീരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാലോ. ഇത് കണ്ടോ, നല്ല അടിപൊളി പൂക്കളുണ്ട് കേട്ടോ. കൊള്ളാം. കപ്പയോ? ഇവിടെ കപ്പ ഉണ്ടെന്നാണ് കൊച്ചു പറയുന്നത്. ഇവിടെ എവിടെയൊക്കെ കപ്പേൻ്റെ ഇല പോലെ എന്തോ കണ്ടു കൊച്ച്. അപ്പോൾ ഫുള്ള് കപ്പയാന്നാണ് കൊച്ചു പറയുന്നത്. കപ്പയാ? അപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫ് റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കിയേ ഇവിടുന്ന് പൂക്കളെ ഒരു ഭംഗി നോക്കിയേ. ഇത്ര നേരം കണ്ട ആ ഒരു ഭംഗിയേ അല്ല. അടിപൊളി എൻ്റെ പൊന്നെ. അങ്ങ് മേളിൽ ചെറിയ പൊട്ട് പോലെ മാത്രമേ ഐസ് ഉള്ളൂ കേട്ടോ. യെസ്, ഓഫ് റോഡിൽ നിന്ന് ഇറങ്ങി പുള്ളി. യെസ്. അപ്പോൾ അതാ ആ കിടക്കുന്ന അവിടെയാണ് നമ്മുടെ വണ്ടികളെല്ലാം കിടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടീൻ്റെ അടുത്തേക്ക് പോകാട്ടോ. ചെറിയ മഴ പെയ്തു. എന്തായാലും സംഗതി സൂപ്പറായിരുന്നു. നമ്മൾ പോണ വഴി നോക്കിയേ ഫുള്ള് ചെളിയാട്ടോ. അവിടെ ഒരു ചേട്ടൻ വീണതാണോ? കുതിര ഇങ്ങനെ സൈഡിൽ കൂടി വന്നപ്പോൾ പുള്ളിക്ക് നടക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ല, അതാണ് സംഭവം. കയറ്റം കയറാൻ വയ്യാത്ത കുതിര അതാ അങ്ങനെ പോണേ. വാവ്, ഇത് നമ്മളെ സീനറി കാണിക്കുന്നത്. കുതിര അതിൻ്റെ ഇടയ്ക്ക് പോയി തിരുത്. അല്ല പിന്നെ സൂപ്പറല്ലേ? നോക്കിയാ ഈ പൂവ് നോക്കിയാ കുഞ്ഞാറ്റെ, ഇത് സൂപ്പർ പൂവാ. കൊച്ചു പേടി വരുന്നുണ്ടോ? ഇല്ലല്ലോ. ചെറിയ പേടികളുണ്ട്, ആ പേടി കുഴപ്പമില്ല കേട്ടോ.
ഇവിടെ ഫുള്ള് പൂക്കൾ നോക്കിയേ. അമ്മാ അടിപൊളി. ഇതൊരു ശിവന്റെ അമ്പലമാണ് കേട്ടോ. ആപ്കി കസം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. പിന്നെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എത്താനായി. എന്റെ പൊന്നെ മഴ. അതെന്താ കുഞ്ഞാറ്റെ? കുഞ്ഞു കുതിര. ആ അടിപൊളി. അപ്പൊ ഈ നിൽക്കുന്നൊക്കെയോ വലിയ കുതിര. ആ കൊച്ചിന് കുതിരയിൽ പോയത് ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ ഉള്ളിൽ ഇത് ഇവിടെ ചെറിയൊരു കുതിര നിൽക്കണം. കണ്ടാ സൂപ്പറല്ലേ? ഒരു പട്ടിക്കുഞ്ഞ് കണ്ടോ ഞാൻ? രസമുണ്ടല്ലോ. കുഞ്ഞാറ്റെ നോക്കി കളിക്കണോ? അതാ ചേട്ടൻ്റെ ആണെന്ന് തോന്നുന്നു. കുട്ടുറുമ പോലെ ഇരിക്കണേ. നല്ല സുഖല്ലേ? വാ അടിപൊളി. ഇത് വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത. ലാൻസി എവിടെ? ആ ഇത് ഫുള്ള് പട്ടി കുഞ്ഞുങ്ങളാണല്ലോ ഇവിടെ. നമുക്കൊന്നിനെ എടുത്താലോ? പക്ഷെ മറ്റതുപോലെയല്ല, ഇതൊക്കെ കുഞ്ഞുങ്ങളാ. ആ കറുത്ത പട്ടി നോക്ക്. നമ്മളെ കുറ്റം പറയുവാണോ എന്തോ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നോ? തണുക്കാണോ? തണുത്തിട്ട് പോയി കേട്ടോ. എന്റെയൊക്കെ കൈ ഇരിക്കുന്നുണ്ടോ? കൈ ഒരുമാതിരി മരച്ചു കിട്ടോ. പിന്നെ ഞാൻ എന്റെയൊക്കെ കാലിലൊക്കെ നിറച്ച് പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്റെ കൈയൊക്കെ നമുക്ക് ചുമന്നു പോയി. നമുക്കിനി മാർക്കറ്റിൽ പോകണ്ടേ? ആ മാർക്കറ്റിൽ പോകണം. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഇവിടുത്തെ പട്ടാളക്കാരോട് വരെ ഞങ്ങൾ ചോദിച്ചു അങ്ങോട്ട് വണ്ടി വിടുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞില്ല, കാരണം കുറേ വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുള്ളതുകൊണ്ട് വീടില്ല എന്ന് പറഞ്ഞേ. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കുതിരപ്പുറത്ത് കയറ്റാനുള്ളവരുടെ ഒരു ഐഡിയ ആണ് അത് എന്നുള്ള കാര്യം. അതെ, ഇവിടെയുള്ള പട്ടാളക്കാർ വരെ ഇവരുടെയൊക്കെ കൂട്ടുകാരാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ? പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ചെറുതായിട്ട് അങ്ങോട്ട് ഇതായപ്പോൾ കുഞ്ഞാറ്റേക്ക് നോക്കി തണുത്തിട്ട് ഞാൻ വിറച്ചിരിക്കാം. നനഞ്ഞ കോഴി. ഞാൻ പോയി തലയൊക്കെ തുറച്ച് സെറ്ററൊക്കെ ഇട്ട് ഡ്രസ്സും മാറ്റാം അവളുടെ ഒന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് എത്തിയിട്ടോ. വണ്ടിയിലേക്ക് എത്തുന്നോടും വരെ വലിയൊരു കുഴപ്പമില്ല, ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വണ്ടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ നോക്കി ഒരാളിരിക്കുന്നത്. കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ? പറ, എന്തേലും പറ. തണുത്തിട്ടിരിക്കുവാ. അതേ നോക്കി സെറ്ററൊക്കെ ഇട്ടിരിക്കണേ. പുതിയ സഫാരി ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിരുന്നോ? ഇനിയിപ്പോ ഇതിൽ രസം എന്താണെന്നറിയാൻ നമ്മുടെ നേരെ മുമ്പിൽ ഒരു വണ്ടി കിടക്കുക. അമ്മമാര് പാർക്കിങ്ങിന് പൈസയൊക്കെ മേടിക്കുന്നുണ്ട്. പോകേണ്ട സമയം വന്നപ്പോ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കുതിര സഫാരി. അല്ല, കൊച്ചിന് പോകണം. നമ്മള് കൊച്ചിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോയതാട്ടോ. പക്ഷെ മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അവിടെ ഇറങ്ങുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കും മഴയായി ചാറ്റി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേഗം കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നേ. അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ നല്ല മഴയാണേ. മഴയൊക്കെ ഇനി മഴ ആസ്വദിച്ച് താഴേക്ക് ഇറങ്ങാം അല്ലേ? പിന്നെ ഞങ്ങള് ഗുൽമർഗ് വരാൻ തന്നെ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾക്ക് കേബിൾ കാർ കയറണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വരാൻ തന്നെ കാരണേ. പക്ഷേ ഞങ്ങൾ കുതിരക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ടിക്കറ്റ് ഫുള്ളായിട്ടുണ്ടാവും, കാരണം ഇന്ന് നല്ല തിരക്കുണ്ട്. പിന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് എടുത്തിട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അല്ലാന്ന് പറഞ്ഞു. ഓൺലൈനായിട്ട് എടുത്തില്ലായിരുന്നു, നമുക്ക് ഇവിടെ വന്ന ടിക്കറ്റ് കിട്ടുന്നു. കിട്ടില്ല, പോയാൽ വെറുതെ ആവും. പിന്നെ മേളിൽ ഐസും ഇല്ല, വെറുതെ നിങ്ങൾ എന്തിനാ പൈസ കൊടുത്ത് പോണേ? അവിടെ ഐസ് കാണുന്നില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങ് പോന്നു കേട്ടോ. ഇതേ ഒരാൾ ഇരിക്കുന്ന നമ്മളൊരു കേബിൾ കാർ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാനല്ലോ. ഇതിന്റെ പുറത്തൊക്കെ തണുത്തിട്ട് വയ്യാന്ന് സെറ്ററും ഇട്ട് അതിന്റെ കൂടെ പുതപ്പും കൂടെ പോച്ചിട്ടാട്ടോ ഇരിക്കുന്നത്. എന്താ കുഞ്ഞാ ഭയങ്കര തണുപ്പാണോ? കൈയൊക്കെ തണുക്കുവാണോ? അതിനുള്ളിൽ ഇട്ടോ ചേട്ടന്ന് പറഞ്ഞേ. അതെ, സെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെറുതെ പറയാം. പിന്നെ ഞാൻ പുറത്ത് പോപ്പിച്ചിരുത്തി. ചേട്ടേ അങ്ങോട്ട് പോയപ്പോ നമ്മൾ ഇത്രയും ഒരു ഭംഗി കണ്ടില്ലല്ലോ. ഇത് വല്ലാത്തൊരു ഭംഗിയില്ലേ? അങ്ങോട്ടായിരുന്നല്ലോ അല്ലേ? അത് വെയിലുള്ള സമയല്ലേ. ഇതാകുമ്പോ ഉച്ച കഴിഞ്ഞപ്പോ നല്ലൊരു പച്ചപ്പ് ഹരിതാവും നല്ലൊരു ഭംഗി. മഴയും കൂടി പെയ്തപ്പോ പൊള്ളി ലുക്കായി അല്ലേ? ഇതുണ്ടോ ഈ ഭാഗമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. മഴയും കൂടി അങ്ങോട്ട് പെയ്ത് ചെറിയൊരു വെയിലും കൂടി ആയപ്പം നല്ല രസം. അതെ, പൊള്ളി ലുക്കായി. ചേട്ടേ നമ്മളിപ്പോ മേളിൽ നിന്ന് നനഞ്ഞു കൊഴിഞ്ഞാണ് ഇങ്ങോട്ട് കേറിയത്. അപ്പൊ ഇവിടെ എത്തിയപ്പോ നല്ല വെയില്. ഇതെല്ലാം ഊരണം.
അതെനിക്ക് തോന്നുന്നേ അവിടെ ആ മഞ്ഞൊക്കെ പെയ്യുന്ന ഏരിയ അല്ലേ. അതെന്താ അറിയോ, ആ അത് ഹൈ റേഞ്ച് ആണ്, അതെ, ഹിൽ സ്റ്റേഷൻ ആണ്, അതുകൊണ്ടാണ്. അതാണ് പെട്ടെന്ന് മഴ പെയ്ത് അവിടെ. എന്റെ മൂക്കൊക്കെ അറിഞ്ഞടി. അറിഞ്ഞോ? അത് ചാറ്റൽ മഴ കൊണ്ടില്ലേ അതിന്റെ. പനിയൊന്നും പിടിപ്പിക്കണ്ട. നാളെ മുതലാണ് നമ്മുടെ ടാസ്ക് നമ്മൾ ആരംഭിക്കുന്നത്, നാളെ തൊട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ വസ്വാൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കാശ്മീരിലെ മെയിൻ ഫുഡ് ഐറ്റമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ അതിൽ ഷീഖ് കബാബ് എന്ന് പറയുന്നൊരു സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. വേറെ എന്തെങ്കിലും വേണോ? ചായ എന്തെങ്കിലും വേണോ? ആ, ഫുഡ് നമുക്ക് വെച്ച് കഴിക്കാം. അത് മതി. ഫുഡ് വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ? ആ, ഇതിൻ്റെയൊക്കെ ഓരോ വിലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പുള്ളി വന്നിട്ട് പറയാം, നിങ്ങൾ വേറെ ഒന്നും ട്രൈ ചെയ്യേണ്ട സാർ, ഇതിലാകുമ്പോൾ എല്ലാം ഓരോ പീസ് ഇൻക്ലൂഡാണ്. 1799 രൂപയുള്ളൂ. ഇത്ര സാധനം കിട്ടും. പക്ഷേ റൊട്ടി 4 റൈസ്, ഷീഖ് കബാബ്, അതെ അതെ, ആ ഒരു റേറ്റിൽ അത്രയും സാധനം ടേസ്റ്റ് ചെയ്യാം. പക്ഷേ അത്രയും കഴിക്കാനുള്ള വയറ് എനിക്കില്ല. കാരണം ഇത് ഇത് ഞാൻ തന്നെ തിന്നേണ്ടി വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷീഖ് കബാബ് വന്നു. ഈ 2 എണ്ണത്തിനാണ് 350 രൂപ അല്ലേ? കൊള്ളാം, അടിപൊളി. എന്തായാലും ആൻസിക്ക് ഞാൻ എടുത്തു തരട്ടെ. ആൻസി ഒന്ന് എടുത്തു തരാം. ആൻസി ഒന്ന് ടേസ്റ്റ് പറയണം, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അല്ല, ഇത് ഏത് കയ്യിലാണ് പിടിക്കേണ്ടതെന്ന് ഞാനിങ്ങനെ നോക്കിയായിരുന്നു. അതെ, നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നെയേ. ഇല്ല, അടിപൊളി ടേസ്റ്റ്. നീ കഴിച്ചു നോക്കും. കൊച്ചിനെ ഏൽപ്പിക്കും, കൊച്ചിനും കൊടുക്കാം. ഇത് ടേസ്റ്റ് ഉണ്ട്. ഇതും കൂടി ചേർത്ത് കഴിച്ചാൽ മതി. ഇല്ല, ചെറുതായിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇതല്ല. ഇത് പക്ഷേ 2 പീസിനാണ് അത്രയും പൈസ മേടിച്ചത് വിത്ത് GST. ഇവിടെ നമ്മൾ ഇങ്ങോട്ടൊന്ന് നടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതൊക്കെ ഫുള്ള് ആപ്പിൾ മരങ്ങളാണ്. കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഇതിൽ കായ്ച്ച് നിൽക്കുന്ന നോക്കി നല്ല റെഡ് കളറായിട്ട്. ഇതിപ്പോൾ ഇത്ര ദിവസം നമ്മൾ കണ്ട ആപ്പിളല്ല കേട്ടോ. ഇതൊക്കെ ഫുൾ ആപ്പിൾ. ഈ മരത്തിൽ ഇവിടെ തൊട്ട് താഴെ തൊട്ട് മേള് വരെ കായ്ച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ഫുൾ ആപ്പിൾ. പൊളിച്ചു കേട്ടോ. മരത്ത് വീഴാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചേക്കാം വെയിറ്റ് കാരനെ. ഓക്കെ, വാ, നമുക്ക് നാളെ പോണ വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി കൊച്ചിന് 2 ആപ്പിളും കൂടി പറിച്ചു കൊടുക്കണം. കൊച്ച് നല്ല ഉറക്കമാണ്. ഇല്ലേ നമുക്ക് ഇപ്പം തന്നെ ഒരെണ്ണം. ഇതൊന്നും പറിക്കാൻ സമ്മതിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊന്നും ഇതിനോട് വലിയ താല്പര്യം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു, ആപ്പിളിനോട്. എന്തായാലും നമുക്കിനി മെല്ലെ പോവാട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത്. ഇത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ നമ്മൾ കഴിച്ച സാധനം തന്നെയാണ്. അതെ, നമ്മൾ മറ്റേ സാധനമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവർ തന്നത് ഇതായി. പിന്നെ മറ്റേത് മേടിക്കണമെങ്കിൽ അതിന് 500 എത്രയും കൊണ്ട് വേണം. പിന്നെ ഞങ്ങളത് വിചാരിച്ച് വേണ്ട, നമുക്ക് നമ്മുടേതായ ഫുഡ് തന്നെ രാത്രി കഴിക്കാം. ഇനിയിപ്പോൾ അത് അവിടെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ കുറേ 2-3 ചേട്ടന്മാർ വന്ന് നമ്മുടെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ നാനോയിലാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുക. ഭയങ്കര സംഭവമായി പോയി അല്ലേ? പിന്നെ അവരുടെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനും പറ്റിയില്ല. നമ്മുടെ ഫോൺ അപ്പോഴത്തേക്കും ചാർജ് തീർന്നു കേട്ടോ. നമ്മുടെ ഫോണ് അവിടെ നമ്മൾ ഫുള്ളാക്കിയിട്ടാണ് വന്നത് റൂമിൽ നിന്ന്. പക്ഷെ ഞങ്ങൾ ചാർജറൊക്കെ അവിടെ തന്നെ വെച്ചതുകൊണ്ട് ചാർജ് ആക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു കേബിളാണ് ഉള്ളത്. അതെ, അപ്പം നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഗുൽമർഗിൽ നിന്ന് പോന്നു കേട്ടോ. അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നേ. മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.